വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. അനുജ മിസ് ആണ്. അപ്പം നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് EVS പഠിക്കാം അല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതായിരുന്നു? സുരക്ഷിത ജീവിതം അല്ലെങ്കിൽ ലിവിങ് സേഫ്ലി എന്ന് പറയുന്ന ഒരു കുട്ടി ചാപ്റ്റർ ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തെ പറ്റി നിങ്ങൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായി കാണും. കാരണം നമ്മുടെ ക്ലാസ് 3 യൂട്യൂബ് ചാനലിൽ പലപ്പോഴായിട്ട് നിങ്ങളുടെ സ്വന്തം അഖില മിസ് ഇതിൻ്റെ ലൈവ് ക്ലാസ്സുകളും കോണ്ടന്റ് വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് പോയി കാണുക, എന്നിട്ട് അടിപൊളിയായിട്ട് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാഠഭാഗത്തിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഉണ്ട്. നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ആ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ പറ്റിയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് മിസ് വന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാനും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ പഠിക്കുന്ന പിള്ളേരാണ്, പഠിക്കുന്ന മക്കളാണ്. നമ്മളൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകുന്നത് എന്താണ്, പഠിക്കാൻ മാത്രമല്ല, നമുക്ക് PT പീരീഡ് ഉണ്ടാവും, ഡ്രില്ലുണ്ടാവും. അപ്പോൾ നമ്മൾ പല പല ഗെയിംസിലൊക്കെ നമ്മൾ എന്താണ് ഏർപ്പെടും. ഇങ്ങനെ ഗെയിംസിൽ ഏർപ്പെടുന്ന സമയത്ത് ഇപ്പോൾ ഫുട്ബോൾ ആയിക്കൊള്ളട്ടെ, ക്രിക്കറ്റ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഓട്ട മത്സരം ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പരിക്ക് പറ്റാനുള്ള ഒരു ചാൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റൂലേ. നമ്മളൊക്കെ എന്താണ് ഓട്ട മത്സരത്തിനൊക്കെ പോകുന്ന സമയത്ത് വീഴാനും നമ്മുടെ കൈയും കാലും ഒക്കെ മുറിഞ്ഞ് ചോര വരാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ആശുപത്രിയിലേക്കാണോ നമ്മൾ ഏറ്റവും ആദ്യം എത്തിക്കുന്നത്? ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ടീച്ചർ അല്ലെങ്കിൽ നമ്മുടെ സഹപാഠികൾ നമുക്ക് ചെറിയ പരിചരണം നൽകും, ശരിയല്ലേ? ഇപ്പം നമ്മുടെ കാലൊക്കെ മുറിഞ്ഞെന്ന് വെച്ചാൽ അവരെന്താ ചെയ്യുന്നത്, നല്ല മുറിവാണെങ്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അതിന് മുന്നോടിയായിട്ട് അവർ നല്ല ക്ലീൻ ആയിട്ടുള്ള തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ഒരു മുറിവിനെ വെച്ച് കെട്ടും. അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു അപകടം പറ്റുന്നതിന് ശേഷം അല്ലെങ്കിൽ അപകടം പറ്റുമ്പോൾ വൈദ്യസഹായം ലഭ്യമാവുന്നത് വരെ നമുക്ക് അവർ ചെയ്തു തരുന്ന പരിചരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ എന്താണ് എന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ദ കെയർ ഗിവൺ ടു ദ പേഴ്സൺ ഹു മീറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ബിഫോർ ഹി ഓർ ഷീ റിസീവ് മെഡിക്കൽ അസിസ്റ്റൻസ്. അതായത് അപകടത്തിൽപ്പെട്ടയാൾക്ക് വൈദ്യസഹായം ലഭിക്കുന്നത് വരെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന പരിചരണത്തെയാണ്, ആ ഒരു കെയറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡിന്റെ പ്രയോജനം എന്താണ്, എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്? എന്താണ് ഒന്നാമത്തെ പ്രയോജനം എന്ന് പറഞ്ഞാൽ ആ ഒരു അപകടത്തിൻ്റെ ആ ഒരു തീവ്രത കുറയ്ക്കുന്നതിന്, ടു റെഡ്യൂസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇഞ്ചുറി, അല്ലെങ്കിൽ പരിക്കിൻ്റെ ആ ഒരു തീവ്രത കുറയ്ക്കാൻ അല്ലെങ്കിൽ അത് കൂടാതിരിക്കാൻ. പിന്നെ എന്താണ്, ജീവൻ രക്ഷിക്കാൻ, ടു സേവ് ലീവ്സ്. ഓക്കെ, നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതിനൊക്കെ അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ഈ പ്രഥമ ശുശ്രൂഷ നൽകുന്ന ആളുടെ കടമകൾ എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയാണ് അവർ ഈ പറയുന്ന പ്രഥമ ശുശ്രൂഷ നൽകുന്നത്? അവർക്ക് വേണമെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് വരെ ചുമ്മാ നമ്മളെ ആ ഒരു സൈഡിൽ ഇരുത്തിയാൽ പോരെ. അതേസമയം എന്തിനാണ് അവർ നമുക്ക് ഇത്രയും സപ്പോർട്ടൊക്കെ നൽകുന്നത്? ബിക്കോസ് നമ്മൾ പാനിക്കാവാതിരിക്കാനില്ലേ, അപകടത്തിൽപ്പെട്ടയാളെ ആശ്വസിപ്പിക്കുക. ഇതൊക്കെയാണ് ആ ഒരു പ്രഥമ ശുശ്രൂഷ, ആ ഒരു കടമ നിർവഹിക്കുന്ന ആളുടെ പ്രധാനപ്പെട്ട കടമകൾ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ എത്രയും വേഗം വൈദ്യസഹായം ലഭ്യമാക്കുക, പ്രൊവൈഡ് മെഡിക്കൽ അസിസ്റ്റൻസ് അറ്റ് ദ ഏർലിയസ്റ്റ്, എത്രയും പെട്ടെന്ന് വൈദ്യസഹായം ലഭ്യമാക്കുക. ഇതൊക്കെയാണ് നമ്മുടെ പ്രഥമ ശുശ്രൂഷകന്റെ കടമകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് സാധാരണഗതിയിൽ സംഭവിക്കുന്ന 2 ചെറിയ അപകടവും അതിന് എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് ആണ് നൽകേണ്ടത് എന്നും കൂടിയാണ് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും മുറിവ് പറ്റിയാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മുറിവ് പറ്റിയാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്ന്, ക്ലീൻ ദ വുണ്ട് വിത്ത് പ്യുവർ വാട്ടർ, അതായത് മുറിവേറ്റ ഭാഗം ശുദ്ധജലം കൊണ്ട് വൃത്തിയായിട്ട് കഴുകണം. രണ്ടാമത് എന്താണ്, രക്തം വാർന്നു പോകാതിരിക്കാൻ മുറിവേറ്റ ഭാഗം വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് അമർത്തി പിടിക്കണം. അതായത് നമ്മൾക്ക് ആ മുറിവുള്ള പാർട്ട് എന്ത് ചെയ്യണം, വളരെ ടൈറ്റായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് ഉപയോഗിച്ചും അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു തുണി ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്യുക. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കവർ ചെയ്യുന്നത്? ആ രക്തം ഇങ്ങനെ വാർന്നു പോകാതിരിക്കാൻ. ഓക്കെ, പിന്നെ എന്താ ചെയ്യേണ്ടത്, ആ ഒരു മുറിവേറ്റ ഭാഗം നമ്മൾ ഉയർത്തിപ്പിടിക്കണം. അതിങ്ങനെ താഴ്ത്തി ഇടാൻ നമ്മൾ അനുവദിക്കരുത്, ഉയർത്തിപ്പിടിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം ഇങ്ങനെ ബ്ലഡ് വരുന്ന സമയത്ത് കുറച്ച് സമയത്തിന് ശേഷം ആ ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്, കട്ട പിടിക്കുന്നുണ്ട്. അങ്ങനെ കട്ട പിടിച്ച ആ ഒരു രക്തം ഒരിക്കലും എന്താണ് നിങ്ങൾ നീക്കം ചെയ്യരുത്. ബ്ലഡ് ഇങ്ങനെ കട്ട പിടിക്കുന്നത് സ്വാഭാവികമാണ് കേട്ടോ. ഇനി മുറിവുകൾ തുറന്നു വെക്കുന്നത് അണുബാധ ഏൽക്കാൻ ഇടയാക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നല്ല ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് ഉപയോഗിച്ച് നമ്മൾ ആ ഒരു മുറിവിനെ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നമ്മളിങ്ങനെ മുറിവുകൾ തുറന്നു വെച്ചാൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷന് കാരണമായേക്കും. പിന്നെ വലിയ മുറിവുകളാണെങ്കിൽ ആ മുറിവേറ്റ ആളെ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. അതിൽ യാതൊരുവിധ ഒരു എക്സ്ക്യൂസും നമ്മൾ ചെയ്യരുതല്ലോ. എത്രയും പെട്ടെന്ന് നമ്മൾ ആശുപത്രിയിൽ എത്തിക്കണം. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എങ്ങനെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുറിവേറ്റ ഭാഗം നമ്മൾ എന്ത് ചെയ്യരുത്, ആ ഒരു കുട്ടീനെ നമ്മൾ അല്ലെങ്കിൽ ആ ഒരാളെ നമ്മൾ നല്ല രീതിയിൽ ഇരുത്തുകയോ കിടത്തുകയോ ആണ്
ചെയ്യേണ്ടത് അതേസമയം ആ മുറിവേറ്റ ഭാഗം താഴ്ത്തി വെക്കാൻ അല്ലെങ്കിൽ അതെപ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് ചതവാണ് നമുക്ക് പറ്റിയതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തുണിയോ ഐസ് പാക്കോ ചതവ് പറ്റിയ ഭാഗത്ത് വെക്കുക. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? വല്ല ചതവും പറ്റുവാണെങ്കിൽ വല്ല കല്ലോ അല്ലെങ്കിൽ ഫുട്ബോളൊക്കെ നല്ല രീതിയിൽ അടിച്ചിട്ട് വല്ല ചതവെങ്ങാനും പറ്റുന്ന സമയത്ത് നല്ല തണുത്തിട്ടുള്ള നമ്മുടെ ഐസ് പാക്ക് ഇല്ലേ, അതുപോലെ തന്നെ വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തുണിയോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ മുകളിൽ വെക്കുക. അതുപോലെ തന്നെ എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? ഈ പറയുന്ന വേദനയും നീർക്കെട്ടും ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. ഇനി അസ്ഥിക്ക് എന്തെങ്കിലും പൊട്ടലുണ്ടെങ്കിലോ എന്താ ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് നമ്മൾ ആശുപത്രിയിൽ എത്തിക്കണം. അല്ലാതെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൽ പിഴിഞ്ഞ തുണിയോ അല്ലെങ്കിൽ ഐസ് പാക്കോ ഒന്നും നമ്മൾ വെച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ ആശുപത്രിയിൽ എത്തിക്കണം. അതിനു മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഒടിഞ്ഞ ഭാഗം ഒരു മര സ്കെയിൽ ഉപയോഗിച്ച് നീളത്തിൽ കെട്ടിവെക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തിനാന്ന് ചോദിച്ചാൽ ആ ഒടിഞ്ഞ ഭാഗം പിന്നീട് യാതൊരുവിധ മൂവ്മെൻറ്റും ഇല്ലാതിരിക്കും. അത് ഇളകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു നല്ല മരത്തിൻ്റെ സ്കെയിൽ വെച്ചിട്ട് അതിങ്ങനെ കെട്ടിവെക്കുക. അങ്ങനെ കെട്ടിവെക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ആ ഒരു ബോഡി പാർട്ട് ഇളകത്തില്ല. അങ്ങനെ വേണം നമ്മൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ആവശ്യം വരും. അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആരെങ്കിലും ഇത്തരത്തിലുള്ള ആക്സിഡൻ്റ് ഒക്കെ പറ്റി കിടക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ മുതിർന്നവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡ് ഒക്കെ ഓർത്ത് വെക്കുക. അതൊക്കെ നിങ്ങൾ പഠിക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് അത് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ അതൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതാ മിസ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.